നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. പിണറായി വിജയനെ കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് ഒക്കെ കേരളത്തിലെ സ്ത്രീകൾക്കെല്ലാം ഏക അഭിപ്രായമാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ലാത്ത സ്ത്രീകൾ പോലും പിണറായി വിജയനെ പലപ്പോഴും നമ്മൾ ചില ഒപ്പീനിയൻ സർവേകളിലൊക്കെ കാണാം പിണറായി വിജയനെ ശപിക്കുകയും പിണറായി വിജയനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും പിണറായി വിജയൻ ഭരണത്തിൽ വന്ന അന്നു മുതൽ ഇന്ന് വരെ ജിഷ എന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ കണ്ണുനീര് നമ്മൾ കണ്ടതാണ്. ആ കണ്ണുനീരിൻ്റെ ഫലം എടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ് കേരളത്തിലെ CPM-കാരെന്ന് നമുക്കറിയാം. അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത്രയധികം പ്രശ്നമുണ്ടാക്കിയ ആ ജിഷ വധക്കേസിൽ പിന്നീട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുമെന്നും ഞങ്ങൾ കൃത്യമായ നിലപാടുണ്ടാക്കുമെന്നും പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് CPM അധികാരത്തിൽ അന്ന് വന്നത്. ഇതിനു മുമ്പും CPM ഒരിക്കൽ അധികാരത്തിൽ വന്നത് ഇതേപോലെ VS അച്യുതാനന്ദൻ കിളിരൂർ കവിയൂർ കേസുകളിലെ സ്ത്രീകളെ അതിൽ ഉപദ്രവിച്ച ആൾക്കാരെ കയ്യാമം വെച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞതിനെ തുടർന്നാണ്. ഇങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി CPM-ൽ പലതരത്തിലുള്ള വ്യാജ വാഗ്ദാനങ്ങൾ നൽകുകയും എന്നാൽ പിന്നീട് ഭരണത്തിലെത്തുമ്പോൾ സൗകര്യപൂർവ്വം ഇതൊക്കെ ഇവർ മറക്കുകയും ചെയ്യുന്നു. പിണറായി വിജയനും VS അച്യുതാനന്ദനും ഒക്കെ ചെയ്തത് ആ അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. അന്ന് കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിക്കും സ്ത്രീ പീഡകരെ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന VS അച്യുതാനന്ദൻ ഭരണത്തിലിരുന്ന കാലഘട്ടത്തിൽ ഒന്നും ചെയ്തില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് പിന്നീട് പിണറായി വിജയൻ വരുന്നതും പിണറായി വിജയനും ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് വരികയും ചെയ്തത്. എന്നാൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്ത്രീകളുടെ കണ്ണുനീരിൻ്റെ ഫലം ഇന്ന് പിണറായി വിജയൻ അനുഭവിക്കുന്നു. പിണറായി വിജയൻ ഭരണത്തിൽ വന്ന ശേഷം നിരവധി സ്ത്രീകൾ തെരുവിൽ കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ തെരുവിൽ കരഞ്ഞ ആദ്യം സ്വന്തം മകന്റെ വേദനയിൽ ഉരുകി വന്ന മഹിജ അടക്കം പോലീസിന്റെ DGP-യുടെ മൂക്കിന് താഴെ മഹിജയെ നിലത്തിട്ട് വലിച്ചതും മുഖ്യമന്ത്രിയെ കാണാനെത്തിയവരെ തിരിച്ചോടിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ പ്രശ്നവും പ്രകമ്പനവും ഒക്കെ അന്നുണ്ടായി. അതിനുശേഷം നിരവധി തവണ ഇത്തരത്തിലുള്ള പല അമ്മമാരെയും നാം കണ്ടു. അവസാനം നാം കണ്ടത് സിദ്ധാർത്ഥിൻ്റെ അമ്മയാണ്. അതിനു മുമ്പ് നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വപ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറ്റിയായിരുന്നു. സ്വപ്ന ഇവരുടെയൊക്കെ കൂട്ടുപ്രതിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എന്നാൽ സ്വപ്ന താൻ പെട്ടുപോവുകയായിരുന്നു എന്നും തനിക്ക് ഇതിൻ്റെ ഒന്നും കൃത്യമായ കാര്യങ്ങൾ അന്ന് അറിയുമായിരുന്നില്ല എന്നും തന്നെ കൈവിടില്ല എന്നുമൊക്കെയാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ സ്വപ്നയുടെ അമ്മയുടെയും ഒക്കെ കണ്ണുനീര് പിന്നെ കണ്ടു. അന്ന് സ്വപ്ന പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്വപ്നയ്ക്കും പറയാനുള്ളത് സ്ത്രീകളുടെ കണ്ണുനീര് കാണാത്ത പിണറായി വിജയൻ അനുഭവിക്കും എന്ന് തന്നെയായിരുന്നു. ഏതായാലും നിരവധി സ്ത്രീകൾ തെരുവിലിറങ്ങി, മറിയക്കുട്ടിമാർ തെരുവിലിറങ്ങി. നമുക്കറിയാം നിരവധി സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കിട്ടാത്ത സ്ത്രീകൾ തെരുവിലിറങ്ങി. ഇങ്ങനെ നിരവധി സ്ത്രീകളുടെ നീണ്ട നിര പിണറായി വിജയന്റെ പിറകിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിണറായി വിജയന് ഇതെല്ലാം ശാപമായി തന്നെ നിലനിൽക്കുകയാണ്. അമ്മമാരുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്ന, ഇവിടുത്തെ അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുത്തുന്ന, മറ്റുള്ള അമ്മമാർക്ക് അവരുടെ മക്കൾ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയതിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരിനും വലിയ പങ്കുണ്ടെന്ന കാര്യം വിസ്മരിച്ചുകൂടാ. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ ശാപമൊക്കെ പിണറായി വിജയൻ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ശാപത്തിന്റെ ഫലമാണ് പിണറായി വിജയൻ ഇന്ന് അനുഭവിക്കുന്ന കണ്ണുനീരിന്റെ ഫലം. പിണറായി വിജയൻ ഇന്ന് വലിയ പ്രതിസന്ധിയിലും വിഷമത്തിലുമാണ്. പിണറായി വിജയൻ ഏറ്റവും ഇഷ്ടമുള്ളത് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെയാണ്. മറ്റാരേക്കാളുമുപരി, മകനേക്കാളുപരി പിണറായി വിജയൻ സ്നേഹിക്കുന്നത് വീണയാണെന്ന് കേരളത്തിലെ സാമാന്യ ജനത്തിനെല്ലാം അറിയാം. ED അന്വേഷണവും ജയിൽവാസത്തിന്റെ ഭീഷണിയും ഒക്കെ തലയ്ക്ക് നിൽക്കുമ്പോൾ ഡെമോക്രസിന്റെ വാളുപോലെ തലയ്ക്കൽ നിൽക്കുകയാണ് എന്ന യാഥാർത്ഥ്യം പിണറായി വിജയൻ തിരിച്ചറിയുന്നുണ്ട്. പണ്ട് പിണറായി വിജയന്റെ ഓഫീസിലേക്ക് അന്വേഷണം വന്നപ്പോൾ അന്ന് മറ്റൊരു സ്ത്രീയുടെ കണ്ണുനീരും പിണറായി വിജയൻ കണ്ടതാണ്. നിരവധി സ്ത്രീകൾ അതിലുമുണ്ടായിരുന്നു. അതിലൊന്നാണ് സ്വപ്നയുടെ അമ്മ, ശിവശങ്കരന്റെ ഭാര്യ, ശിവശങ്കരന്റെ വീട്ടുകാർ, ശിവശങ്കരന്റെ മക്കളൊക്കെ തന്നെ. ഇത്തരത്തിൽ നിരവധി പേരുടെ ശാപം പിണറായി വിജയന്റെ തലയിലുണ്ട്. അന്നും പിണറായി വിജയൻ രക്ഷപ്പെട്ടിരുന്നു. ശിവശങ്കരൻ ജയിലിൽ പോയപ്പോൾ പോലും പിണറായി വിജയന് ഒരു വിഷമവും ഉണ്ടായില്ല. എന്നാൽ സ്വന്തം മകൾ ജയിലിലേക്ക് പോകാനുള്ള ഒരു അവസരത്തിനായി കാത്തു നിൽക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ മകളിലേക്ക് ജയിൽവാസത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് വരുമ്പോൾ പിണറായി വിജയൻ ദുഃഖിതനാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിരവധി അമ്മമാരുടെ ശാപമാണ് പിണറായി വിജയന്റെ തലയിലേക്ക് വരുന്നതെന്ന് നിരവധി സ്ത്രീകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഏതായാലും വീണ വിജയന്റെ ജയിൽ കാലത്തിന്, വീണ വിജയന്റെ ജയിൽ വാസത്തിന് ഇനി അധികകാലം മുന്നോട്ട് പോകേണ്ട വരില്ല എന്ന സന്ദേശം കൂടി ഇപ്പോൾ നൽകുന്നുണ്ട്.
നമുക്കറിയാം ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ആദ്യം വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ചില തിരിമറികൾ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു. അതിന് പിന്നാലെ SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നു. ഇപ്പോൾ ED കൂടി രംഗത്ത് വരുന്നു. ആദ്യ CMRലും അതുപോലെ തന്നെ KSIDCയും ഒക്കെ ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾക്ക് ശേഷം വീണ വിജയനിലേക്ക് അന്വേഷണം വരും. കാരണം CMRലുമായി ബന്ധപ്പെട്ട് വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മറ്റന്വേഷണങ്ങളും വരുന്നത്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്കും കഴിയില്ല. ഏതായാലും പിണറായി വിജയന്റെ കണ്ണുനീരിന് കാത്തിരിക്കുന്ന നിരവധി സ്ത്രീജനങ്ങളുണ്ട്. കാരണം അവരെയൊക്കെ ദ്രോഹിച്ചത് പിണറായി വിജയന്റെ കാലത്താണ് എന്നുള്ളതാണ്. അവസാനം നമ്മൾ കണ്ടതാണ് ഇതുവരെ ഈ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ഒരു കുട്ടി മരണപ്പെട്ടിട്ട് ആ കുട്ടിയുടെ അമ്മയെ ഒന്ന് പോയി കാണാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പിണറായി വിജയൻ കഴിഞ്ഞിട്ടില്ല. പകരം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി CBI അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ആ അന്വേഷണവുമായി മുമ്പോട്ട് പോകാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള താല്പര്യമോ കാണിച്ചിരുന്നുമില്ല. കൃത്യമായി വേണ്ട നടപടിക്രമങ്ങളിലേക്ക് മാറ്റിയിരുന്നില്ല. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടതോടുകൂടി അതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണത്തിന്റെ പെർഫോമ റിപ്പോർട്ടടക്കം ഡൽഹിയിലേക്ക് പിണറായി വിജയൻ കൊടുത്തയച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണവും ഇപ്പോൾ ഗവർണർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഇങ്ങനെയുള്ള നിരവധി അമ്മമാരുടെ ശാപം അത് ഫലിക്കുക തന്നെ ചെയ്യും. പണ്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ചില പഴഞ്ചൊല്ലുകളുണ്ട്. ചില പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊക്കെ നമ്മൾ പറയാറുമുണ്ട്. അത്തരമൊരു പഴഞ്ചൊല്ലാണ് സ്ത്രീകളെ തൊട്ടാൽ കുലം മുടിയുമെന്നുള്ളത്. ആ സ്ത്രീകളെ ഉപദ്രവിച്ചാൽ കുലം മുടിയുമെന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് ഏതാണ്ട് അന്വർത്ഥമാവുകയാണോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ പിണറായി വിജയന് അതിനെ എതിർക്കാൻ കഴിയില്ല. അതിനു മുമ്പിൽ ഒരു മറുപടി പറയാനും കഴിയില്ല എന്നാണ് കാലം ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്.